സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അത് ഒരു പഴഞ്ചൊല്ലാണ്. അതൊക്കെ പഴകിപ്പോയി. ഇപ്പോൾ അതൊക്കെ മാറ്റി പറയേണ്ട കാലമായി. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയിരിക്കുക. ഇനി പുതിയത് വെച്ചിട്ട് കാര്യമില്ല. ഇമ്മാതിരി ടീംസാണ് വന്നിട്ടുള്ളത്. രാവിലെ രാത്രിയോ വൈകിട്ടോ ഒരു സമയമില്ല, ഒന്നുമില്ല. ഒരാളെയും പേടിയില്ല. ഇപ്പോൾ കയ്യിലുള്ളത് പോവാതെ നോക്കുക. പുതിയൊന്നും വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആകെ ഒരു ഒഴിവുള്ളത് മഞ്ഞൾ, ഇഞ്ചി. ഇപ്പോൾ അതിലേക്കും കിടന്നിട്ടുണ്ട്. പിന്നെ പുല്ല്. ഇപ്പോൾ പോലെ പശുക്കളെ പോലെ പുല്ലൊക്കെ തിന്നിട്ടാണ് പോണത്. ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തെങ്ങ്, കിഴങ്ങ് എന്തും മറിച്ചിടും. ഇതൊക്കെ സഹിക്കാം. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ. ഇതിപ്പോൾ സംഗതി ഇപ്പോൾ എന്താ തെറ്റൊരു മെച്ചമുള്ളത് വെച്ചാൽ എന്തേലും ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടാക്കിയെന്ന് ഇപ്പോൾ ഇല്ലാതായിപ്പോയി. അധികാരികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ രീതിയിലുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വലിയ ഉപകാരമാവും. കാരണം എന്താ വെച്ചാൽ നായ്ക്കളെ ഭാഗം നോക്കിയാൽ തെരുവ് നായ്ക്കളെ കൊണ്ട് അത് വേറെ. പന്നികളുടെ കാര്യത്തിൽ ഇങ്ങനെ കൃഷിയുടെ അല്ലെങ്കിൽ വേറെ ഇതല്ല, മനുഷ്യന്മാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറിയിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ വേണ്ടപ്പെട്ട രീതിയിലുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ചെയ്യണം. അല്ലാതെ നാട്ടുകാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാതും നമുക്ക് മാർക്കറ്റിൽ വില കൊടുത്ത് വാങ്ങാം. പക്ഷേ എന്താ അതിൻ്റെയൊക്കെ ബാക്കിലെന്ന് വെച്ചാൽ ഈ വിഷമിട്ട സാധനങ്ങളൊക്കെ വാങ്ങിത്തിന്ന് നമ്മൾ നല്ലൊരു വിഭാഗത്തിന് ക്യാൻസർ എന്ന അസുഖം നമ്മുടെ നാട്ടിൽ വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നാൽ? പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പടക്കം വാങ്ങിക്കുക. പടക്കം പൊട്ടിച്ചിട്ട് എന്താ ഒരു കാര്യമില്ല. അത് അവിടെ നിന്ന് നിൽക്കണോടന്ന് ചിലപ്പോൾ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കും. അല്ലാതെ ഒരു മാറ്റവും ഇല്ല. പടക്കം കൊണ്ടും കാര്യമില്ല, ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് നടപ്പിലാവണില്ല. ഇതൊക്കെ ഇപ്പോൾ മീഡിയം ടൈപ്പ് ഒരു പോത്തിനേക്കായി സൈസുള്ള സാധനങ്ങൾ വരാണ്ട് ഒരു അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ കൂടെ പോകുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആ നിൽക്കണ കണ്ടില്ലേ, കുതിരയുടെ വേഗത്തിലാണ് സഞ്ചരിക്കുക.